ഈവനിങ്ങോ? പിന്നെ ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? എന്താ സ്ഥലം? മാടായിപ്പാറ. ഇനി മുമ്പേ വന്നിട്ടുണ്ടോ? വന്നവര് ഒക്കെ എല്ലാരും വന്നിട്ടുണ്ട്, കുറെ ആൾ വന്നിട്ടുണ്ട് അല്ലെ? എപ്പോ വന്നു കഴിഞ്ഞല്ല? ഇതുപോലത്തെ പരിപാടിക്ക് വന്നായിരിക്കും, ടൂറായിട്ട് വന്നു അല്ലേ? ഓ, പിന്നെ ഈ ഭൂമിയിൽ കുറെ അത്ഭുതങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ വെള്ളത്തിലൂടെ നടക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏ നടക്കുന്ന ചില യോഗയെല്ലാം ചെയ്തവര് നടക്കും എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. തീയിലൂടെ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്, അത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് വലിയ പണിയൊന്നുമില്ല അല്ലേ? അതുപോലെ വായുവിലൂടെ നടക്കുന്നൊക്കെ പറയുന്നത്. പക്ഷെ ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് അറിയുന്നു, ഈ ഭൂമിയിലൂടെ നടക്കുക, ഈ മനോഹരമായ കാറ്റ്, ഓക്സിജൻ ഒക്കെ ശ്വസിച്ചുകൊണ്ട് ഈ പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഈ ഭൂമിയിലൂടെ നടക്കുക ഏറ്റവും വലിയ അത്ഭുതം. ഈ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പാറകൾ. ഇപ്പൊ മാടായിപ്പാറ എന്ന് പറയുന്നത് 600-700 ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ. വളരെയധികം പരിസ്ഥിതി പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് പാറകൾ, ചെങ്കൽ കുന്നുകൾ എന്നാണ്. കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇത് കാണും. അപ്പൊ മാടായിപ്പാറയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് കടലുണ്ട്, കുറച്ചപ്പുറം ഇപ്പുറത്തെ ഭാഗത്ത് പുഴയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജീവജാലങ്ങൾ, സാധാരണ പാറകളിൽ കാണാത്ത അത്രയും ജീവജാലങ്ങൾ ഇവിടെയുണ്ട്. 150ഓളം പൂമ്പാറ്റകൾ, വൈവിധ്യമാർന്ന പൂമ്പാറ്റകൾ, ഒരുപാട് തരം പാമ്പുകൾ, തവളകൾ, പിന്നെ സസ്യങ്ങൾ, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇത് മാടായി. അപ്പൊ ഇനി നിങ്ങൾ ഇവിടെ നിന്ന് നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾക്ക് എത്ര ചെവിയുണ്ട്? പക്ഷികളുടെ കരച്ചിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഇപ്പൊ ഈ തടാകത്തില് നോക്കുക, അതിലെ ഓളങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ഇതൊക്കെ കാണുമ്പോൾ അതിനൊരു താളം കൂടിയുണ്ട്. നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാൽ, നിങ്ങൾ വളരെയധികം മൗനമായിരുന്നാൽ പ്രകൃതിയുടെ താളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. നമ്മുടെ എല്ലാ ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ ഈ താളങ്ങൾക്ക് പറ്റും. ഈ പ്രകൃതിയിൽ ലയിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ലോകത്ത് ഒരു പ്രശ്നം ഉണ്ടാകും. അങ്ങനെയാണ്. ഇന്ന് ലോകത്തുള്ള ഏറ്റവും വലിയ രോഗങ്ങൾ പ്രകൃതി കമ്മി രോഗങ്ങൾ എന്ന് പറയാം. നാച്ചർ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ആൾക്കാർക്ക് പല രോഗങ്ങളും വരുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് വിട്ട് ജീവിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ നിങ്ങളെ പോലെയുള്ള കുട്ടികൾക്ക് അത്ര ഉണ്ടാവില്ല, നിങ്ങൾ നന്നായി കളിക്കുന്നവരാണ്. ഇപ്പോൾ പല സ്കൂളുകളിലെയും കുട്ടികൾ 9-10 ക്ലാസ് എത്തുമ്പോഴത്തേക്ക് അവർക്ക് നടക്കാൻ പറ്റുന്നില്ല, കാല് വേദന, കൈവേദന, മുട്ടുവേദന, ഒരുപാട് പ്രശ്നങ്ങൾ പറയും. ഇവരുടെയൊക്കെ രക്തം പരിശോധിച്ചാൽ കാണുന്ന ഈ വൈറ്റമിൻ ഡി കുറവാണ്, സി കുറവാണ്. പല വൈറ്റമിൻ ഡി എവിടെ നിന്നാണ് കിട്ടുക? പ്രകൃതിയിൽ. ഇതിലേ നടന്നാൽ മതി, ഡി കിട്ടും. വെയിൽ കൊള്ളുക എന്നതാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം. വെയിൽ തീരെ കൊള്ളുന്നില്ലെങ്കിൽ എന്തുണ്ടാവില്ല? ഡി ഉണ്ടാവില്ല. അപ്പോൾ ഡി കുറഞ്ഞാൽ സിയും ഉണ്ടാവില്ല. പിന്നെ എല്ലൊക്കെ ദ്രവിച്ചു തുടങ്ങും. ഇങ്ങനെ കുറേ കാലം കുറഞ്ഞു നിന്നാൽ ഇവർക്ക് പിന്നെ എന്താണ്, ശാശ്വതമായി രോഗികളായി, കിടപ്പ് രോഗികളൊക്കെ ആയി മാറിപ്പോകും അല്ലേ? അപ്പോൾ ഈ പ്രകൃതി നമ്മൾക്ക് ആവശ്യമാണ്. ഇതിൽ ലയിച്ച് ജീവിക്കുക, ഏറ്റവും സുന്ദരമായി ജീവിക്കാൻ പറ്റും. ഇനി നമ്മൾ ഇതിലൂടെ നടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ ഇതുപോലുള്ള കല്ലുകൾ ഇങ്ങനെ തട്ടരുത്. ഈ കല്ലിൻ്റെ ഇടയിലൊക്കെ ചെറിയ ജീവികളുണ്ട്, പാമ്പുകളുണ്ട്. മാടായിപ്പാറയിൽ ഏറ്റവും അധികം പാമ്പുകളുള്ള സ്ഥലമാണ്. ഏകദേശം ഒരു ജാഫർ പാലോട്ട് എന്ന് പറയുന്ന ഇവിടെ ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തിയ അദ്ദേഹം 100-ലധികം പാമ്പുകൾ, വ്യത്യസ്ത പാമ്പുകൾ ഇവിടുന്ന് കണ്ടെത്തി. അതിന് അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ VC ബാലകൃഷ്ണൻ അവിടുന്ന് കോളേജിലെ കുട്ടികളായിട്ട് സംസാരിക്കുന്നുണ്ട്. VC ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം സസ്യങ്ങളെക്കുറിച്ച് കേരളത്തിൽ അവബോധമുള്ള ആളാണ്. അദ്ദേഹം ഇതിലേത് ചെടിയെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതെന്താണെന്ന് പോയി ചോദിച്ചാൽ മതി. അത്രയും അറിയുന്ന ആളാണ്. പിന്നെ അദ്ദേഹം പൂമ്പാറ്റകളെ കുറിച്ച് പഠിച്ച ആളാണ്. ഒരുപാട് ആൾക്കാരുണ്ട് ഇത് പഠിക്കുന്നത്. പക്ഷേ ഈ മാടായിപ്പാറയിൽ ഏറ്റവും അധികം ഗവേഷണം നടത്തിയ 2 വ്യക്തികളൊന്ന് VC ബാലകൃഷ്ണനും ജാഫർ പാലോട്ടുമായിരുന്നു. അപ്പോൾ അത്രയും അധികം ഇവിടെ പഠിക്കാനുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾ വെറുതെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുക. രണ്ടാമത് നമുക്ക് അപകടം പറ്റുന്ന ഒരു സംഗതിയുണ്ട്, ഈ കുപ്പിച്ചില്ലുകൾ. വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ വൈകുന്നേരങ്ങളിൽ മദ്യപാനികൾ വരും, മദ്യപിക്കും.
അവർ കുപ്പികൾ എറിഞ്ഞുടക്കും. അത് ഒരുപാട് ആളുടെ കാലൊക്കെ മുറിഞ്ഞ് പ്രശ്നങ്ങളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നടക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നടക്കണം. ഞാൻ അതാ പറഞ്ഞ കണ്ണ് തുറന്ന് നടക്കുക. കുപ്പിച്ചില്ലൊന്നും ചവിട്ടാൻ പാടില്ല, കേട്ടില്ലേ? രണ്ടാമത് കല്ലിൻ്റെ അടിയിൽ പാമ്പുകൾ. അതുപോലെ ഏത് സ്ഥലം തൊടുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. മരങ്ങളായാൽ ഏതും തൊടുമ്പോഴും അവിടെ മുള്ളുള്ള മരങ്ങളുണ്ടാവും, പാമ്പുകളുള്ള ജീവികളുള്ള മരങ്ങളുണ്ടാവും. അതിനൊക്കെ ദ്രോഹിക്കാതിരിക്കുക. ചെടികളൊക്കെ വെറുതെ പിടിച്ചൊടിക്കാതിരിക്കുക. പരമാവധി നമ്മൾക്ക് പ്രകൃതിയെ സംരക്ഷിക്കാൻ നോക്കുക. ഇപ്രാവശ്യത്തെ പ്രകൃതി പരിസ്ഥിതി ദിന മുദ്രാവാക്യം എന്താണെന്നറിയോ? എന്താണ്? പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പറഞ്ഞോ. നമ്മൾ പ്ലാസ്റ്റിക്കിനെ ഒഴിവാക്കുക എന്നാണ്. പ്ലാസ്റ്റിക്കിനെതിരെയുള്ള യുദ്ധമാണ്, അല്ലേ? അതായത് ഇവിടെയൊക്കെ നിറഞ്ഞു കിടക്കുന്ന അടുത്തൊരു സാധനമാണ്. ഇവിടെയെല്ലാം നമ്മൾ നടന്നാൽ കാണും. ഇത് ഒരുപാട് പരിസ്ഥിതി പ്രവർത്തകർ ദിനേരം വന്ന് വൃത്തിയാക്കുന്നതുകൊണ്ടാണ്. ഈ അടുത്തുള്ള മാടായി സ്കൂള്, മാടായി ബോയ്സ് സ്കൂള്, ഇവിടെയുള്ള കോളേജുകൾ, അവിടുത്തെയൊക്കെ NSSൻ്റെ ഒക്കെ കുട്ടികൾ വന്ന് ഈ കുപ്പികളും ഇതൊക്കെ നിരന്തരം ഇവിടുന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. എന്നാലും ജനങ്ങൾ കൊണ്ടിടും, ഇല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനം എന്താണെന്നറിയോ? നമ്മൾ ഇന്ന് എടുക്കേണ്ട ഒരു പ്രതിജ്ഞയാണത്. ഈ പരിസ്ഥിതി, നിങ്ങൾ മിഠായി എന്നറിയില്ലേ? അതിൻ്റെ കടലാസ് എന്താ ചെയ്യുക? ഇവിടുന്ന് ഇപ്പം തിന്നു, എന്താ ചെയ്യുക? ഇവിടെ ഇടൂലേ? ഇവിടെ ഇടുമല്ലോ, ഉറപ്പ്. സാധാരണ അത് സത്യസന്ധമായി പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം എന്നറിയാം? ഇനി ജീവിതത്തിൽ നിങ്ങളൊരു കാര്യം പാലിക്കണം. ഒരിക്കലും ഒരു മിഠായി തിന്നാൽ അതിൻ്റെ കടലാസ് ആ ഭൂമിയിൽ ഇടാൻ പാടില്ല. നിങ്ങളുടെ പോക്കറ്റിൽ, നിങ്ങളുടെ ബാഗിൽ, എവിടെയാണോ അവിടെ ഇടുക. എന്നിട്ട് നിങ്ങൾ വീട്ടിലെത്തിയാൽ വീട്ടിൽ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ വേണ്ടി മാസത്തിലൊരു ദിവസം ആര് വരും? അപ്പോൾ വീട്ടിൽ അത് സൂക്ഷിക്കുന്ന സ്ഥലമുണ്ടാവും, അവിടെ ഇടുക. സ്കൂളിലാണ് നിങ്ങളുള്ളതെങ്കിൽ സ്കൂളിൽ അത് നിക്ഷേപിക്കാൻ പ്രത്യേക സ്ഥലമുണ്ട്, ഇല്ലേ? ബാസ്ക്കറ്റൊക്കെ വെച്ചിട്ടില്ലേ? പ്ലാസ്റ്റിക് ഇടാൻ വേറെ, കടലാസ് ഇടാൻ വേറെ, അങ്ങനെയൊക്കെ ഇല്ലേ? അതിൽ മാത്രം നിക്ഷേപിക്കുക. ഒരു കടലാസ് പോലും, ഒരു പ്ലാസ്റ്റിക് പോലും, ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും എൻ്റെ കയ്യിൽ നിന്ന് ഇനി ഈ ഭൂമുഖത്ത് വീഴില്ല എന്ന് ഉറപ്പിക്കുക. അങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റാതെ എന്തേ? ഒന്നെല്ലാവരും ഇങ്ങനെ കൈ നെഞ്ചിലോട്ട് പിടിച്ച് എന്നിട്ട് മനസ്സ് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന്, മനസ്സ് പറഞ്ഞോ, ഒരു പ്ലാസ്റ്റിക് വസ്തുക്കളും ഈ ഭൂമിയിൽ ഞാൻ ഉപേക്ഷിക്കില്ല. അത് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് മാത്രമേ ഞാൻ നിക്ഷേപിക്കൂ. ഇനി അങ്ങോട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന, ഈ ഭൂമിയെ സാക്ഷി നിർത്തി ചെയ്യുന്ന പ്രതിജ്ഞയാണത്. ഓക്കെ, മനസ്സിൽ പറഞ്ഞില്ലേ അത്? ഇനി നമ്മളാരും ചെയ്യൂലല്ലോ അത്. ആർക്കങ്ങ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾ സ്കൂളിൽ നിന്നും മറ്റൊക്കെ മിഠായി തന്നാൽ ഉടനെ കടലാസ് നിങ്ങളുടെ പോക്കറ്റിൽ അല്ലെങ്കിൽ ബാഗിലിടും. അത് വേണ്ട സ്ഥലത്ത് നിക്ഷേപിക്കും. ഇനി മിഠായിയുടെ കാര്യം മാത്രമല്ല, സാധാരണ കടലാസാകട്ടെ, ഏത് സാധനമായിക്കോട്ടെ, അതൊന്നും ഇവിടെ ഈ വെള്ളത്തിലോ എവിടെയും നിക്ഷേപിക്കാൻ നമ്മൾ പാടില്ല എന്ന് ഉറപ്പിക്കുക. കേട്ടില്ലേ? ഓക്കെ, ഒന്ന് കൈമുട്ടി എല്ലാവരും 10 പ്രാവശ്യം. ആരോ ഒരു പാട്ട് പാടുക. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, തണലു കിട്ടാൻ തപസിലാണെന്നിവിടെയെല്ലാം മലകളും, തണലു കിട്ടാൻ തപസിലാണെന്നിവിടെയെല്ലാം മലകളും, ദാഹനീരിനു നാവു നീട്ടി അലഞ്ഞു പുഴകൾ സർവവും, ദാഹനീരിനു നാവു നീട്ടി അലഞ്ഞു പുഴകൾ സർവവും, കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാടുകൾ, കാറ്റുപോലും വീർപ്പടക്കി
കാത്തു നിൽക്കും നാളുകൾ. ഇവിടെ എന്നൻ പിറവി എന്ന വിത്തുകൾ തൻ മന്ത്രണം. ഇവിടെ എന്നൻ പിറവി എന്നാൽ വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? എന്തിനാണ് ഈ പാട്ട് പാടുന്നതെന്നല്ലേ അല്ലേ? എന്തിനാണ്? നമ്മൾ മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ പോരാ, ഇനി വരുന്ന എല്ലാ തലമുറകൾക്കും ഇവിടെ ജീവിക്കണം. ഇനി 1000 കൊല്ലം കഴിഞ്ഞാൽ നമ്മളാരും ഈ ഭൂമുഖത്തുണ്ടാവില്ല, എന്നാൽ ഒരു തലമുറ ഇവിടെ ഉണ്ടാവുമല്ലോ, അവർക്ക് കൂടി ജീവിക്കണം. അത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ പറഞ്ഞ ആ ചെറിയ കാര്യം, നമ്മളൊന്നും ഭൂമിയിൽ ഒരു വേസ്റ്റും ഉപേക്ഷിക്കുന്നില്ല എന്ന കാര്യം തീരുമാനിച്ചാൽ തന്നെ അവർക്കെല്ലാവർക്കും ജീവിക്കാൻ പറ്റും. നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം പ്രകൃതിയിൽ നിന്ന് എടുക്കുക, അനാവശ്യമായതൊന്നും അത്യാവശ്യമില്ലാത്തതൊന്നും ഈ പ്രകൃതിയിൽ നിന്ന് ഉപയോഗിക്കാതിരിക്കുക. എന്നാൽ എല്ലാ തലമുറകൾക്കും കിട്ടേണ്ടത് ഈ പ്രകൃതിയിൽ നിന്ന് കിട്ടും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇതിലൂടെ നടക്കുമ്പോൾ കാണാം, പിന്നെ ഇവിടെ വലിയ ഖനനം നടന്ന സ്ഥലമുണ്ട്. ഒരു വലിയ കമ്പനി ഉണ്ടായിരുന്നു, അതിലേക്ക് വേണ്ടിയിട്ട് ഒരു വസ്തു ഇവിടുന്ന് കിട്ടും. ഈ പാറക്കുന്ന പ്രത്യേകമായൊരു സാധനം ചൈന ക്ലേ എന്നാ പറയും. എന്താ പറയാ? ചൈന ക്ലേ. നിങ്ങൾ സിറാമിക് പാത്രങ്ങളില്ലേ, ഈ പൊട്ടുന്നൊരു പാത്രം കണ്ടില്ലേ, ഭക്ഷണം കഴിക്കുന്നത്, നല്ല വെളുത്ത പ്ലേറ്റുകൾ പൊട്ടുന്നത്, അതാണ് ചൈന ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് ഖനനം ചെയ്തു ഇവിടുന്ന് ഒരുപാട് വർഷം. അത് ഖനനം ചെയ്തപ്പോൾ പിന്നെ സംഭവിച്ചത് ഇങ്ങനെ തന്നെ ഇടിയാൻ തുടങ്ങിയ ആ ഭാഗം കിണറുകളിലേക്കൊക്കെ ഒരു വെളുത്ത പാല് പോലത്തെ വെള്ളം വന്നു. അത് പിന്നെ എന്താണ്, ഇവിടുത്തെ കുടിവെള്ളമൊക്കെ, ഈ താഴ്ഭാഗത്ത് നിൽക്കുന്ന ജനങ്ങളുടെ കുടിവെള്ളമൊക്കെ മലിനമായി. അങ്ങനെ ഈ പാറയെ നശിപ്പിച്ചപ്പോൾ ഇവിടെ വലിയ സമരങ്ങൾ നടന്നു. അങ്ങനെ ആ പിന്നെ എന്താണ് ഖനനം നിർത്തി. ഇപ്പം മറ്റ് ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചത്, നമുക്കൊക്കെ വീട് വേണം, വേണ്ടേ? വീട് നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട വസ്തു ചെങ്കല്ലാണ്. ഏറ്റവും അധികം എടുക്കുന്നത് എവിടുന്നാണ്? ഇതുപോലത്തെ പാറക്കുന്നാണ്. അപ്പൊ പാറ ഇത് മുഴുവൻ ഇല്ലാതായാൽ എന്താ സംഭവിക്കുക? എന്നറിയാം. നിങ്ങളുടെ നാട്ടിലൊക്കെ പാറയില്ലേ? ഈ പാറ നോക്കുക, ആ പാറക്ക് താഴെ ഏറ്റവും കുറഞ്ഞത് അതിൻ്റെ 8 ഭാഗങ്ങളിലും എന്തുണ്ടാവും? 8 ഭാഗങ്ങളിലോ 16 ഭാഗങ്ങളിലോ 4 ഭാഗങ്ങളിലോ ഓരോ ഉറവകളുണ്ടാവും, ഓരോ തോടിങ്ങനെ ഒഴുകി വരുന്നുണ്ടാവും. അത് വേനലടക്കം വെള്ളമുണ്ടാവുന്ന തോടായിരിക്കും. നിങ്ങൾ നോക്കൂ, വലിയൊരു പാറ, അതിൻ്റെ ഒരു ഭാഗത്തൊരു കുന്നിൻ ചെരുവ്, മറ്റൊരു ഭാഗത്തൊരു കുന്നിൻ ചെരുവ്, ഇപ്പുറം ഒരു കുന്നിൻ ചെരുവ്, എല്ലാ ഭാഗത്തും കുന്നിൻ ചെരുവായിരിക്കും. ആ ചെരുവിലേക്കൊക്കെ എന്തുണ്ടാവും? ഒരു ഉറവ പൊട്ടി ഒഴുകി ഒരു തോടായിട്ട് ഇങ്ങനെ വരുന്നുണ്ടാവും. ആ തോട് എന്ത് ചെയ്യും? അതിൻ്റെ ഇരുഭാഗങ്ങളിലുള്ള മുഴുവൻ വൃക്ഷങ്ങളെയും നല്ല പച്ചപ്പണി, അതിൻ്റെ ഇരുഭാഗത്തും ജീവിക്കുന്ന മനുഷ്യരുടെ കിണറുകളിലേക്ക് ഏറ്റവും ശുദ്ധമായ വെള്ളം എത്തിക്കും. അതാണ് നമ്മൾ കിണറിന്ന് കോരുന്ന വെള്ളം ഉറവയായിട്ട് വരുന്നത്. ഇത് ആര് ശേഖരിക്കുന്ന? ആ പാറയിൽ ഇതുപോലത്തെ കുളങ്ങളുണ്ടാവും, സ്വാഭാവികമായ കുളങ്ങളുണ്ടാവും. മാത്രമല്ല ഈ പാറക്കല്ലിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, ദ്വാരങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ ആ പാറ നോക്കിയാൽ കാണും മുന്നോട്ട് പോകുമ്പോൾ. ഇത് ഒരു വാട്ടർ ബെഡാണ്, അത് വെള്ളം ഇങ്ങനെ ശേഖരിക്കുന്നുണ്ട്. പാറയുടെ അടിയിൽ വലിയ വിള്ളലുകൾ ഉണ്ടാവും, അവിടെയൊക്കെ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഉറവകളായി നമ്മൾക്ക് കുടിവെള്ളമായി, ഏറ്റവും നല്ല മിനറൽ വാട്ടറായി നമ്മൾക്ക് ലഭിക്കും. അങ്ങനെ ഉറവകൾ നിങ്ങൾ കണ്ടിട്ടില്ല? ഉറവ വരുന്ന കണ്ടിട്ടില്ലേ? എവിടെ ഉറവ വരുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എന്തുണ്ടാവും? പാറ. ഒരു സ്പോഞ്ച് പോലെയാണെന്നാന്ന് പാറ. കണ്ടാൽ വളരെ കാഠിന്യമുള്ളതാണെങ്കിലും ഈ വെള്ളം കുടിക്കുന്ന സാധനമാണ്. രണ്ടാമത് ഇത് എന്ത് ചെയ്യുമെന്നറിയോ? ഇവിടെ ഇപ്പം എന്താ ഈ പുല്ലുകൾ ഇങ്ങനെ മുളച്ചു തുടങ്ങിയില്ലേ? ഇത് കാക്കപ്പൂ എന്ന് പറയുന്ന ഒരു പൂവിന്റെ സസ്യമാണ്. ഇതെന്ത് ചെയ്യുന്നറിയാം? കുറെ കാലം കഴിയുമ്പോൾ ഒരു സെപ്റ്റംബർ മാസം നിങ്ങളിവിടെ വന്നാൽ ഇതൊരു നീലക്കടലായിരിക്കും, കാക്കപ്പൂ നിറഞ്ഞു കിടക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വേറെ ഒരു നമ്മൾ നെയ്പ്പുല്ല് എന്ന് പറയുന്ന ഒരു പുല്ലുണ്ട് ഇവിടെ വ്യാപകമായിട്ട്, എല്ലാ പാറക്കും ഉണ്ടാവും. പണ്ട് പുരകൾ മേയാൻ വേണ്ടി ഓടിന് പകരം ഉപയോഗിക്കുന്ന പുല്ലാണത്. വേനലായാൽ അത് എന്ത് ചെയ്യും? ആൾക്കാർ പുരക്ക് വേണ്ടിയിട്ടൊക്കെ അരിഞ്ഞു കൊണ്ടുപോകും. ഈ പുല്ലുകളും ഈ ഉണങ്ങിയ ഇതൊക്കെ എന്ത് ചെയ്യുമെന്നറിയോ? ഈ പാറയുടെ മേലെ ഒരു ബെഡ് പോലെ ഇങ്ങനെ വെക്കും. അത് അടിയിൽ നിന്ന് നീരാവിയായി പാറക്കുള്ളിലെ വെള്ളം പോകില്ല.
പുറത്തേക്ക് പോകില്ല. ഒരു പുതപ്പാണ്, ഗംഭീര സംഭവം അത്. ഇനി നമ്മൾ പാറക്കല്ലെടുത്ത് കഴിഞ്ഞാൽ, എനിക്ക് കൃത്യമായ അനുഭവമാണ്, പാറക്കല്ലെടുത്ത് കഴിഞ്ഞാൽ അവിടെ നല്ല കുളം പോലെ ഉണ്ടാവും. പക്ഷെ മഴക്കാലത്തെ വെള്ളം ഉണ്ടാവും. 2 ദിവസം വെയിലുദിച്ച് ആ വെള്ളം എല്ലാം നീരാവായി പോകും. പക്ഷെ അവിടെ ആ കല്ലെടുക്കുന്നില്ലെങ്കിൽ അതിൻ്റെ താഴെ ആ വെള്ളം എപ്പോഴും സംരക്ഷിച്ച് നിർത്തപ്പെടും. അപ്പോൾ അക്കാര്യം നമ്മൾ ഓർക്കുക. കല്ല് അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന്, വലിയ വീടൊന്നും വേണ്ട, ആവശ്യത്തിനുള്ള വീടെടുക്കുക. അപ്പോൾ കല്ല് കുറച്ച് ഉപയോഗിക്കേണ്ടി വരും അല്ലേ. ഇത് മുഴുവൻ കൊണ്ടുപോയാൽ നമ്മുടെ എല്ലാ ഉറവകളും ഇല്ലാതായി പോകും. വളരെ പ്രധാനപ്പെട്ട കാര്യം. അത്രയും പ്രാധാന്യം പാറകൾക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, ഒന്ന് കൈയടിച്ച്. പതുക്കെ നിർത്താലേ.